അധ്യായം 1 അൽ ഫാത്തിഹ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 7. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്തുതിയൊക്കെയും അല്ലാഹുവിനാണ്. അവൻ മുഴുലോകരുടെയും പരിപാലകൻ. അർ-റഹ്മാനിർ റഹീം. പരമകാരുണികൻ, ദയാനിധി. മാലികി യൗമിദ്ദീൻ. വിധിദിനത്തിനധിപൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിനക്കു മാത്രം ഞങ്ങൾ വഴിപ്പെടുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഞങ്ങളെ നീ നേർവഴിയിലാക്കണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ, നിന്റെ കോപത്തിനിരയായവരുടെയും പിഴച്ചവരുടെയും വഴി. അധ്യായം 2 അൽ ബഖറ. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 286. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അലിഫ് ലാം മീം. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അലിഫ് ലാം മീം. ഇതാണ് വേദപുസ്തകം, അതിലൊട്ടും സംശയമില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്കിത് വഴികാട്ടി. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. അഭൗതിക സത്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണവർ. നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുന്നവരും നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരുമാണ്. والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون. നിനക്ക് ഇറക്കിയതിലും നിന്റെ മുമ്പുള്ളവർക്ക് ഇറക്കിയവയിലും വിശ്വസിക്കുന്നവരുമാണവർ, പരലോകത്തിൽ ദൃഢബോധ്യമുള്ളവരും. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവർ തങ്ങളുടെ നാഥന്റെ നേർവഴിയിലാണ്, വിജയം വരിക്കുന്നവരും അവർ തന്നെ. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. എന്നാൽ സത്യനിഷേധികളോ അവർക്ക് നീ താക്കീത് നൽകുന്നതും നൽകാതിരിക്കുന്നതും തുല്യമാണ്, അവർ വിശ്വസിക്കുകയില്ല. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവഹ വലഹും അദാബുൻ അദീം. അല്ലാഹു അവരുടെ മനസ്സും കാതും അടച്ചു മുദ്ര വച്ചിരിക്കുന്നു, അവരുടെ കണ്ണുകൾക്ക് മൂടിയുണ്ട്, അവർക്കാണ് കൊടിയ ശിക്ഷ. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. ചില മനുഷ്യരുണ്ട്, അല്ലാഹുവിലും അന്ത്യദിനത്തിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് അവർ പറയുന്നു, യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളെയല്ല. يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. അല്ലാഹുവിനെയും വിശ്വാസികളെയും വഞ്ചിക്കുകയാണവർ, എന്നാൽ തങ്ങളെ തന്നെയാണവർ വഞ്ചിക്കുന്നത്, മറ്റാരെയുമല്ല. അവരതേക്കുറിച്ച് ബോധവാന്മാരല്ലെന്ന് മാത്രം. في قلوبهم مرض
فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. അവരുടെ മനസ്സുകളിൽ രോഗമുണ്ട്. അല്ലാഹു അവരുടെ രോഗം വർദ്ധിപ്പിച്ചു. അവർക്കുള്ളത് വേദനയേറിയ ശിക്ഷയാണ്, അവർ കള്ളം പറഞ്ഞുകൊണ്ടിരുന്നതിനാൽ. وَإِذَا قِيلَ لَهُمْ لَا تُفْسِدُوا فِي الْأَرْضِ قَالُوا إِنَّمَا نَحْنُ مُصْلِحُونَ. നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുതെന്ന് ആവശ്യപ്പെട്ടാൽ അവർ പറയും, ഞങ്ങൾ ക്ഷേമം വരുത്തുന്നവർ മാത്രമാണ്. أَلَا إِنَّهُمْ هُمُ الْمُفْسِدُونَ وَلَكِنْ لَا يَشْعُرُونَ. അറിയുക, അവർ തന്നെയാണ് കുഴപ്പക്കാർ, പക്ഷേ അവരതേക്കുറിച്ച് ബോധവാന്മാരല്ല. وَإِذَا قِيلَ لَهُمْ آمِنُوا كَمَا آمَنَ النَّاسُ قَالُوا أَنُؤْمِنُ كَمَا آمَنَ السُّفَهَاءُ أَلَا إِنَّهُمْ هُمُ السُّفَهَاءُ وَلَكِنْ لَا يَعْلَمُونَ. മറ്റുള്ളവർ വിശ്വസിച്ച പോലെ നിങ്ങളും വിശ്വസിക്കുക എന്ന് ആവശ്യപ്പെട്ടാൽ അവർ ചോദിക്കും, വിഡ്ഢികൾ വിശ്വസിച്ച പോലെ ഞങ്ങളും വിശ്വസിക്കണമെന്നോ? എന്നാൽ അറിയുക, അവർ തന്നെയാണ് വിഡ്ഢികൾ, പക്ഷേ അവരതറിയുന്നില്ല. وَإِذَا لَقُوا الَّذِينَ آمَنُوا قَالُوا آمَنَّا وَإِذَا خَلَوْا إِلَى شَيَاطِينِهِمْ قَالُوا إِنَّا مَعَكُمْ إِنَّمَا نَحْنُ مُسْتَهْزِئُونَ. സത്യവിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും, ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു. അവരും അവരുടെ പിശാചുക്കളും മാത്രമായാൽ അവർ പറയും, ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാണ്, ഞങ്ങൾ അവരെ പരിഹസിക്കുക മാത്രമായിരുന്നു. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. അല്ലാഹു അവരെ പരിഹസിക്കുന്നു, അതിക്രമങ്ങളിൽ കാഴ്ചയില്ലാത്തവരായി അലയാൻ വിടുകയും ചെയ്തിരിക്കുന്നു. ഉലൈക അല്ലദീന ഇശ്തറൗ الضലാലത ബിൽഹുദാ ഫമാ റബിഹത് തിജാറതുഹും വമാ കാനൂ മുഹ്തദീൻ. അവരാണ് നേർവഴി വിറ്റ് വഴിക്കേട് വിലക്കെടുത്തവർ. അവരുടെ കച്ചവടം തീരെ ലാഭകരമായില്ല, അവർ നേർമാർഗം പ്രാപിച്ചതുമില്ല. മസലുഹും കമസലിൽ ലദി ഇസ്തൗഖദ നാറൻ ഫലമ്മാ അദാഅത് മാ ഹൗലഹു ذهب الله بنورهم وتركهم في ظلمات لا يبصرون. അവരുടെ ഉപമ ഇவ்விധമാകുന്നു. ഒരാൾ തീ കൊളുത്തി, ചുറ്റും പ്രകാശം പരന്നപ്പോൾ അല്ലാഹു അവരുടെ വെളിച്ചം അണച്ചു. എന്നിട്ടവരെ ഒന്നും കാണാത്തവരായി കൂരിരുളിൽ ഉപേക്ഷിച്ചു. ബധിരരും മൂകരും കുരുടരുമാണവർ, അതിനാൽ അവരൊരിക്കലും നേർവഴിയിലേക്ക് തിരിച്ചുവരില്ല. أو كصيب من السماء فيه ظلمات ورعد وبرق يجعلون أصابعهم في آذانهم من الصواعق حذر الموت والله محيط بالكافرين. അല്ലെങ്കിൽ മറ്റൊരുപമയിതാ, മാനത്തു നിന്നുള്ള പെരുമഴ, അതിൽ ഇരുളും ഇടിമുഴക്കവും മിന്നൽ പിണരുമുണ്ട്. മേഘഗർജനം കേട്ട് മരണഭീതിയാൽ അവർ ചെവികളിൽ വിരലുകൾ തിരുകുന്നു. അല്ലാഹു സത്യനിഷേധികളെ സദാ വലയം ചെയ്യുന്നവനത്രേ. യകാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും കുല്ലമാ അദാഅ ലഹും മശൗ ഫീഹി വഇദാ അളമ അലൈഹിം ഖാമൂ വലൗ ശാഅ
يشاء الله لذهب بسمعهم وأبصارهم إن الله على كل شيء قدير. മിന്നൽ പിണരുകൾ അവരുടെ കാഴ്ചയെ റാഞ്ചിയെടുക്കാറാകുന്നു. അതിന്റെ വെളിച്ചം അവർക്ക് കിട്ടുമ്പോഴെല്ലാം അവരതിലൂടെ നടക്കും. ഇരുൾ മൂടിയാലോ അവർ അറച്ചു നിൽക്കും. അല്ലാഹു ഇച്ഛിച്ചിരുന്നെങ്കിൽ അവരുടെ കേൾവിയും കാഴ്ചയും അവൻ ഇല്ലാതാക്കുമായിരുന്നു. തീർച്ചയായും അല്ലാഹു എല്ലാറ്റിനും കഴിവുറ്റവൻ തന്നെ. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങളെയും മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥന് വഴിപ്പെടുക, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിത്തീരാൻ. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. അവൻ നിങ്ങൾക്കായി ഭൂമിയെ മെത്തയാക്കി വിരിച്ചു തന്നു, ആകാശത്തെ മേലാപ്പാക്കി, മാനത്തുനിന്ന് വെള്ളമിറക്കി, അതുവഴി നിങ്ങൾക്ക് കഴിക്കാനുള്ള കായ്കനികൾ ഉൽപ്പാദിപ്പിച്ചു. അതിനാൽ നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ സങ്കൽപ്പിക്കരുത്. ഇതെല്ലാം നിങ്ങൾ അറിയുന്നവരായിരിക്കെ. وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَى عَبْدِنَا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ. നാം നമ്മുടെ ദാസന് ഇറക്കിക്കൊടുത്തത് നമ്മുടേതു തന്നെയോ എന്ന് നിങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ ഇതുപോലുള്ള ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക. അല്ലാഹുവിന് പുറമെ നിങ്ങൾക്കുള്ള സഹായികളെയും വിളിച്ചുകൊള്ളുക, നിങ്ങൾ സത്യസന്ധരെങ്കിൽ. فَإِن لَّمْ تَفْعَلُوا وَلَن تَفْعَلُوا فَاتَّقُوا النَّارَ الَّتِي وَقُودُهَا النَّاسُ وَالْحِجَارَةُ أُعِدَّتْ لِلْكَافِرِينَ. നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളത് ചെയ്യില്ല, തീർച്ച. മനുഷ്യരും കല്ലുകളും ഇന്ധനമായ നരകത്തീയിനെ നിങ്ങൾ സൂക്ഷിക്കുക, സത്യനിഷേധികൾക്കായി തയ്യാറാക്കപ്പെട്ടതാണത്. وَبَشِّرِ الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ أَنَّ لَهُمْ جَنَّاتٍ تَجْرِي مِن تَحْتِهَا الْأَنْهَارُ كُلَّمَا رُزِقُوا مِنْهَا مِن ثَمَرَةٍ رِزْقًا قَالُوا هَذَا الَّذِي رُزِقْنَا مِن قَبْلُ وَأُتُوا بِهِ مُتَشَابِهًا وَلَهُمْ فِيهَا أَزْوَاجٌ مُطَهَّرَةٌ وَهُمْ فِيهَا خَالِدُونَ. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ ശുഭവാർത്ത അറിയിക്കുക. അവർക്ക് താഴ്ഭാഗത്തൂടെ അരുവികളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളുണ്ട്. അതിലെ പഴങ്ങൾ ആഹാരമായി ലഭിക്കുമ്പോഴൊക്കെ അവർ പറയും, ഞങ്ങൾക്ക് നേരത്തെ നൽകിയത് തന്നെയാണല്ലോ ഇതും. സമാനതയുള്ളതായാണ് അവർക്കത് സമ്മാനിക്കപ്പെട്ടത്. അവർക്കവിടെ വിശുദ്ധരായ ഇണകളുണ്ട്, അവരവിടെ സ്ഥിരവാസികളായിരിക്കും. ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഊദതൻ ഫമാ ഫൗഖഹാ فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا
وما يضل به إلا الفاسقين. കൊതുകിനെയോ അതിലും നിസ്സാരമായതിനെയോ ഉപമയാക്കാൻ അല്ലാഹുവിന് ഒട്ടും സങ്കോചമില്ല. അപ്പോൾ വിശ്വാസികൾ അത് തങ്ങളുടെ നാഥനിൽ നിന്നുള്ള സത്യമാണെന്ന് തിരിച്ചറിയുന്നു. എന്നാൽ സത്യനിഷേധികൾ ചോദിക്കുന്നു, ഈ ഉപമ കൊണ്ട് അല്ലാഹു എന്താണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഈ ഉപമ കാരണം അവൻ നിരവധി പേരെ വഴിക്കേടിലാക്കുന്നു, ധാരാളം ആളുകളെ നേർവഴിയിലുമാക്കുന്നു. എന്നാൽ തെമ്മാടികളെ മാത്രമേ അവൻ വഴിതെറ്റിക്കുന്നുള്ളൂ. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. അല്ലാഹുവുമായി കരാർ ഉറപ്പിച്ച ശേഷം അത് ലംഘിക്കുന്നവരാണവർ. അല്ലാഹു കൂട്ടിയിണക്കാൻ കൽപ്പിച്ച മനുഷ്യബന്ധങ്ങളെ വേർപ്പെടുത്തുന്നവർ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ, നഷ്ടം പറ്റിയവരും അവർ തന്നെ. كيف تكفرون بالله وكنتم أمواتا فأحياكم ثم يميتكم ثم يحييكم ثم إليه ترجعون. എങ്ങനെ നിങ്ങൾ അല്ലാഹുവിനെ നിഷേധിക്കും? നിങ്ങൾക്ക് ജീവനില്ലായിരുന്നു, പിന്നെ അവൻ നിങ്ങൾക്ക് ജീവനേകി. അവൻ തന്നെ നിങ്ങളെ മരിപ്പിക്കും, വീണ്ടും ജീവിപ്പിക്കും. അവസാനം അവങ്കലേക്ക് തന്നെ നിങ്ങളെല്ലാം മടക്കപ്പെടും. هو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن 7 سماوات وهو بكل شيء عليم. അവനാണ് ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്കായി സൃഷ്ടിച്ചത്. പിന്നീട് അവൻ ഉപരിലോകത്തേക്ക് തിരിഞ്ഞു, അതിനെ 7 ആകാശങ്ങളായി സംവിധാനിച്ചു. എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണവൻ. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً قَالُوا أَتَجْعَلُ فِيهَا مَن يُفْسِدُ فِيهَا وَيَسْفِكُ الدِّمَاءَ وَنَحْنُ نُسَبِّحُ بِحَمْدِكَ وَنُقَدِّسُ لَكَ قَالَ إِنِّي أَعْلَمُ مَا لَا تَعْلَمُونَ. നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം, ഭൂമിയിൽ ഞാൻ ഒരു പ്രതിനിധിയെ നിയോഗിക്കുകയാണ്. അവരന്വേഷിച്ചു, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചോര ചിന്തുകയും ചെയ്യുന്നവരെയോ നീ നിയോഗിക്കുന്നത്? ഞങ്ങളോ നിന്റെ മഹത്വം കീർത്തിക്കുന്നു, നിന്റെ വിശുദ്ധി വാഴ്ത്തുകയും ചെയ്യുന്നു. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയുന്നു. وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. അല്ലാഹു ആദമിനെ എല്ലാ പേരുകളും പഠിപ്പിച്ചു. പിന്നീട് അവയെ മലക്കുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ച് അവൻ കൽപ്പിച്ചു, നിങ്ങൾ ഇവയുടെ പേരുകൾ പറയുക, നിങ്ങളുടെ വിചാരം ശരിയാണെന്ന് കരുതുന്നുവെങ്കിൽ. قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. അവർ പറഞ്ഞു, കുറ്റമറ്റവൻ നീ മാത്രം, നീ പഠിപ്പിച്ചു തന്നതല്ലാതൊന്നും ഞങ്ങൾക്കറിയില്ല. എല്ലാം അറിയുന്നവനും യുക്തിമാനും നീ മാത്രം. قال يا آدم أنبئهم بأسمائهم فلما أنبأهم بأسمائهم
آبائهم قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون. അല്ലാഹു പറഞ്ഞു, ആദം ഇവയുടെ പേരുകൾ അവരെ അറിയിക്കുക. അങ്ങനെ ആദം അവരെ ആ പേരുകൾ അറിയിച്ചു. അപ്പോൾ അല്ലാഹു ചോദിച്ചു, ആകാശഭൂമികളിൽ ഒളിഞ്ഞുകിടക്കുന്നതൊക്കെയും ഞാൻ അറിയുന്നുവെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? നിങ്ങൾ തെളിയിച്ചു കാണിക്കുന്നവയും ഒളിപ്പിച്ചു വെക്കുന്നവയും ഞാൻ അറിയുന്നുവെന്നും. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ. നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുക. അവരൊക്കെയും സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ. അവൻ വിസമ്മതിച്ചു, അഹങ്കരിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ സത്യനിഷേധികളിൽപ്പെട്ടവനായി. وَقُلْنَا يَا آدَمُ اسْكُنْ أَنْتَ وَزَوْجُكَ الْجَنَّةَ وَكُلَا مِنْهَا رَغَدًا حَيْثُ شِئْتُمَا ولا تقربا هذه الشجرة فتكونا من الظالمين. നാം പറഞ്ഞു, ആദമേ, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിക്കുക. അതിൽ നിന്ന് ഇരുവരും യഥേഷ്ടം സുഭിക്ഷമായി ആഹരിച്ചുകൊള്ളുക. പക്ഷേ ഈ വൃക്ഷത്തോടടുക്കരുത്. അടുത്താൽ നിങ്ങൾ ഇരുവരും അതിക്രമികളായിത്തീരും. فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين. എന്നാൽ പിശാച് അവരിരുവരെയും അതിൽ നിന്ന് തെറ്റിച്ചു. അവരിരുവരെയും അവരുണ്ടായിരുന്നിടത്തു നിന്ന് പുറത്താക്കി. അപ്പോൾ നാം കൽപ്പിച്ചു, ഇവിടെ നിന്നിറങ്ങിപ്പോവുക. നിങ്ങൾ പരസ്പരം ശത്രുക്കളാകുന്നു. ഭൂമിയിൽ നിങ്ങൾക്ക് കുറച്ചുകാലം കഴിയാനുള്ള താവളമുണ്ട്, കഴിക്കാൻ വിഭവങ്ങളും. فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم. അപ്പോൾ ആദം തന്റെ നാഥനിൽ നിന്ന് ചില വചനങ്ങൾ അഭ്യസിച്ചു. അതുവഴി അല്ലാഹു അദ്ദേഹത്തിന് പാപമോചനമേകി. തീർച്ചയായും ഏറെ മാപ്പരുളുന്നവനും ദയാപരനുമാണവൻ. قُلْنَا اهْبِطُوا مِنْهَا جَمِيعًا فَإِمَّا يَأْتِيَنَّكُم مِّنِّي هُدًى فَمَن تَبِعَ هُدَايَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ. നാം കൽപ്പിച്ചു, എല്ലാവരും ഇവിടെ നിന്നിറങ്ങിപ്പോകണം. എന്റെ മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ എന്റെ മാർഗം പിന്തുടരുന്നവർ ദുഃഖിക്കേണ്ടി വരില്ല. والذين كفروا وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون. എന്നാൽ അതിനെ നിഷേധിക്കുകയും നമ്മുടെ തെളിവുകളെ കളവാക്കുകയും ചെയ്യുന്നവരോ അവരാകുന്നു നരകാവകാശികൾ. അവരതിൽ സ്ഥിരവാസികളായിരിക്കും. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأوفوا بعهدي أوف بعهدكم وإياي فارهبون. ഇസ്രായേൽ മക്കളെ, ഞാൻ നിങ്ങൾക്കേകിയ അനുഗ്രഹം ഓർത്തുനോക്കൂ. എന്നോടുള്ള കരാർ പൂർത്തീകരിക്കൂ. നിങ്ങളോടുള്ള കരാർ ഞാനും പൂർത്തീകരിക്കാം. നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക. وآمنوا بما
أنزلت مصدقا لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون. ഞാൻ ഇറക്കിയ വേദത്തിൽ വിശ്വസിക്കുക. അത് നിങ്ങളുടെ വശമുള്ള വേദങ്ങളെ ശരിവെക്കുന്നതാണ്. അതിനെ ആദ്യം നിഷേധിക്കുന്നവർ നിങ്ങളാകരുത്. എന്റെ വചനങ്ങൾ തുച്ഛവിലയ്ക്ക് വിൽക്കരുത്. എന്നെ മാത്രം സൂക്ഷിച്ചു ജീവിക്കുക. ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون. സത്യവും അസത്യവും കൂട്ടിക്കലർത്തി ആശയക്കുഴപ്പമുണ്ടാക്കരുത്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സത്യം മറച്ചുവെക്കരുത്. وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين. നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക, സകാത്ത് നൽകുക, റുക്കൂ ചെയ്യുന്നവരോടൊപ്പം റുക്കൂ ചെയ്യുക. أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون. നിങ്ങൾ ജനങ്ങളോട് നന്മ ചെയ്യാൻ കൽപ്പിക്കുകയും സ്വന്തം കാര്യത്തിൽ അത് മറക്കുകയുമാണോ? അതും വേദഗ്രന്ഥം ഓതിക്കൊണ്ടിരിക്കെ നിങ്ങൾ ഒട്ടും ആലോചിക്കുന്നില്ലേ? واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين. സഹനത്തിലൂടെയും നമസ്കാരത്തിലൂടെയും അല്ലാഹുവിന്റെ സഹായം തേടുക. നമസ്കാരം വലിയ ഭാരം തന്നെ, ഭക്തന്മാർക്കൊഴികെ. الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. അവരോ നിശ്ചയമായും തങ്ങളുടെ നാഥനുമായി സന്ധിക്കുമെന്നും അവരെല്ലാം അവനിലേക്ക് തിരിച്ചു ചെല്ലുമെന്നും കരുതുന്നവരാണ്. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. ഇസ്രായേൽ മക്കളെ, ഞാൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓർക്കുക, നിങ്ങളെ മുഴുലോകരെക്കാളും ശ്രേഷ്ഠരാക്കിയതും. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. ഒരാൾക്കും മറ്റൊരാളുടെ ബാധ്യത ഏൽക്കാനാവാത്ത, ആരിൽ നിന്നും ശുപാർശയോ മോചനദ്രവ്യമോ സ്വീകരിക്കാത്ത, കുറ്റവാളികൾക്ക് ഒരുവിധ സഹായവും ലഭിക്കാത്ത ആ ദിനത്തെ കരുതിയിരിക്കുക. وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ يُذَبِّحُونَ أَبْنَاءَكُمْ وَيَسْتَحْيُونَ نِسَاءَكُمْ وَفِي ذَلِكُمْ بَلَاءٌ مِّن رَّبِّكُمْ عَظِيمٌ. ഫിർഔന്റെ ആൾക്കാരിൽ നിന്ന് നിങ്ങളെ നാം രക്ഷിച്ചത് ഓർക്കുക. ആൺകുട്ടികളെ അറുകൊല ചെയ്തും സ്ത്രീകളെ ജീവിക്കാൻ വിട്ടും അവർ നിങ്ങളെ കഠിനമായി പീഡിപ്പിക്കുകയായിരുന്നു. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള കടുത്ത പരീക്ഷണമുണ്ടായിരുന്നു. وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنْظُرُونَ. ഓർക്കുക, സമുദ്രം പിളർത്തി നിങ്ങൾക്ക് നാം വഴിയൊരുക്കി. അങ്ങനെ നിങ്ങളെ നാം രക്ഷപ്പെടുത്തി. നിങ്ങൾ നോക്കി നിൽക്കെ ഫിർഔന്റെ ആൾക്കാരെ നാം വെള്ളത്തിലാഴ്ത്തി. وَإِذْ وَاعَدْنَا مُوسَىٰ
40 ليلة ثم اتخذتم العجل من بعده وأنتم ظالمون. ഓർക്കുക, മൂസാക്കു നാം 40 രാവുകൾ അവധി നിശ്ചയിച്ചു. പിന്നെ അദ്ദേഹം സ്ഥലം വിട്ടതോടെ നിങ്ങൾ പശുക്കുട്ടിയെ ദൈവമാക്കി. നിങ്ങൾ അക്രമികൾ തന്നെ. ثم عفونا عنكم من بعد ذلك لعلكم تشكرون. പിന്നെയും നാം നിങ്ങൾക്ക് മാപ്പേകി, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ. وَإِذْ آتَيْنَا مُوسَى الْكِتَابَ وَالْفُرْقَانَ لَعَلَّكُمْ تَهْتَدُونَ. ഓർക്കുക, മൂസാക്കു നാം വേദം നൽകി, സത്യാസത്യങ്ങളെ വേർതിരിക്കുന്ന പ്രമാണവും, അതിലൂടെ നിങ്ങൾ നേർവഴിയിലാകാൻ. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ بِاتِّخَاذِكُمُ الْعِجْلَ فَتُوبُوا إِلَى بَارِئِكُمْ فَاقْتُلُوا أَنفُسَكُمْ ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم. ഓർക്കുക, മൂസ തന്റെ ജനത്തോടോതി, എന്റെ ജനമേ, പശുക്കിടാവിനെ ദൈവമാക്കിയതിലൂടെ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ദ്രോഹം ചെയ്തു. അതിനാൽ നിങ്ങളുടെ സ്രഷ്ടാവിനോട് നിങ്ങൾ പശ്ചാത്തപിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ ഹനിക്കുക. അതാണ് നിങ്ങളുടെ കർത്താവായ അല്ലാഹുവിങ്കൽ നിങ്ങൾക്കുത്തമം. പിന്നീട് അല്ലാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു. അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും ദയാപരനുമല്ലോ. وَإِذْ قُلْتُمْ يَا مُوسَى لَن نُّؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً فأخذتكم الصاعقة وأنتم تنظرون. ഓർക്കുക, നിങ്ങൾ പറഞ്ഞ സന്ദർഭം, മൂസ, അല്ലാഹുവെ നേരിൽ പ്രകടമായി കാണാതെ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയില്ല. അപ്പോൾ ഒരു ഘോരഗർജനം നിങ്ങളെ പിടികൂടി. നിങ്ങൾ നോക്കി നിൽക്കെ. ثم بعثناكم من بعد موتكم لعلكم تشكرون. പിന്നെ മരണശേഷം നിങ്ങളെ നാം ഉയർത്തെഴുന്നേൽപ്പിച്ചു, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ. وظللنا عليكم الغمام وأنزلنا عليكم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون. നിങ്ങൾക്കു നാം മേഘത്തണലൊരുക്കി മന്നും സൽവായും ഇറക്കിത്തന്നു. നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് നാം ഏകിയ വിശിഷ്ട വിഭവങ്ങൾ ഭക്ഷിക്കുക. അവർ ദ്രോഹിച്ചത് നമ്മയല്ല, പിന്നെയോ തങ്ങൾക്കു തന്നെയാണവർ ദ്രോഹം വരുത്തിക്കൊണ്ടിരുന്നത്. وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا وَادْخُلُوا الْبَابَ سُجَّدًا وَقُولُوا حِطَّةٌ نَّغْفِرْ لَكُمْ خَطَايَاكُمْ وَسَنَزِيدُ الْمُحْسِنِينَ. ഓർക്കുക, നാം നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ പട്ടണത്തിൽ പ്രവേശിക്കുക. അവിടെ നിന്ന് യഥേഷ്ടം സുഭിക്ഷമായി ആഹരിച്ചുകൊള്ളുക. എന്നാൽ നഗരകവാടം കടക്കുന്നത് വണക്കത്തോടെയാവണം, പാപമോചന വചനം ഉരുവിട്ടുകൊണ്ടും. എങ്കിൽ നാം നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരും, നന്മ ചെയ്യുന്നവർക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. എന്നാൽ ആ അക്രമികൾ
തങ്ങളോട് പറഞ്ഞതിനു പകരം മറ്റൊരു വാക്കാണ് സ്വീകരിച്ചത്. അതിനാൽ അക്രമികൾക്കുമേൽ നാം മാനത്ത് നിന്ന് ശിക്ഷയിറക്കി, അവർ അധർമ്മം പ്രവർത്തിച്ചതിനാൽ. وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِب بِّعَصَاكَ الْحَجَرَ فَانفَجَرَتْ مِنْهُ 12 عَيْنًا قَدْ عَلِمَ كُلُّ أُنَاسٍ مَّشْرَبَهُمْ كُلُوا وَاشْرَبُوا مِن رِّزْقِ اللَّهِ وَلَا تَعْثَوْا فِي الْأَرْضِ مُفْسِدِينَ. ഓർക്കുക, മൂസ തന്റെ ജനതയ്ക്കു വേണ്ടി കുടിനീരു തേടി. നാം കൽപ്പിച്ചു, നീ നിന്റെ വടികൊണ്ട് പാറമേലടിക്കുക. അങ്ങനെ അതിൽ നിന്ന് 12 ഉറവകൾ പൊട്ടിയൊഴുകി. എല്ലാ വിഭാഗം ജനങ്ങളും തങ്ങൾ കുടിവെള്ളമെടുക്കേണ്ടിടം തിരിച്ചറിഞ്ഞു. നാം നിർദ്ദേശിച്ചു, അല്ലാഹു നൽകിയ വിഭവങ്ങളിൽ നിന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്യുക. ഭൂമിയിൽ നാശകാരികളായി കഴിയരുത്. وَإِذْ قُلْتُمْ يَا مُوسَى لَن نَّصْبِرَ عَلَى طَعَامٍ وَاحِدٍ فَادْعُ لَنَا رَبَّكَ يُخْرِجْ لَنَا مِمَّا تُنبِتُ الْأَرْضُ مِن بَقْلِهَا وَقِثَّائِهَا وَفُومِهَا وَعَدَسِهَا وَبَصَلِهَا قَالَ أَتَسْتَبْدِلُونَ الَّذِي هُوَ أَدْنَىٰ بِالَّذِي هُوَ خَيْرٌ اهْبِطُوا مِصْرًا فَإِنَّ لَكُم مَّا سَأَلْتُمْ وَضُرِبَتْ عَلَيْهِمُ الذِّلَّةُ وَالْمَسْكَنَةُ وَبَاءُوا بِغَضَبٍ مِّنَ اللَّهِ ذَلِكَ بِأَنَّهُمْ كَانُوا يَكْفُرُونَ بِآيَاتِ اللَّهِ وَيَقْتُلُونَ النَّبِيِّينَ بِغَيْرِ الْحَقِّ ذَلِكَ بِمَا عَصَوْا وَكَانُوا يَعْتَدُونَ. നിങ്ങൾ പറഞ്ഞതോർക്കുക, ഓ മൂസ, ഒരേ തരം അന്നം തന്നെ തിന്നു സഹിക്കാൻ ഞങ്ങൾക്കാവില്ല. അതിനാൽ താങ്കൾ താങ്കളുടെ നാഥനോട് പ്രാർത്ഥിക്കുക. അവൻ ഞങ്ങൾക്ക് ഭൂമി വിളയിക്കുന്ന ചീര, കക്കിരി, ഗോതമ്പ്, പയർ, ഉള്ളി മുതലായവ ഉൽപ്പാദിപ്പിച്ചു തരട്ടെ. മൂസ ചോദിച്ചു, വിശിഷ്ട വിഭവങ്ങൾക്ക് പകരം താണതരം സാധനങ്ങളാണോ നിങ്ങൾ തേടുന്നത്? എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിൽ പോവുക. നിങ്ങൾ തേടുന്നതൊക്കെ നിങ്ങൾക്കവിടെ കിട്ടും. അങ്ങനെ അവർ നിന്ദ്യതയിലും ദൈന്യതയിലും അകപ്പെട്ടു. ദൈവകോപത്തിനിരയായി. അവർ അല്ലാഹുവിന്റെ തെളിവുകളെ തള്ളിപ്പറഞ്ഞതിനാലും പ്രവാചകന്മാരെ അന്യായമായി കൊന്നതിനാലുമാണത്. ധിക്കാരം കാട്ടിയതിനാലും അവർ പരിധി വിട്ട് പ്രവർത്തിക്കുകയുമായിരുന്നു. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാദൂ വന്നസാറാ വസ്സാബിഈന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സാലിഹൻ فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. സത്യവിശ്വാസം സ്വീകരിച്ചവരോ യഹൂദരോ ക്രൈസ്തവരോ സാബിഉകളോ ആരുമാവട്ടെ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് അവരുടെ നാഥന്റെ അടുക്കൽ അർഹമായ പ്രതിഫലമുണ്ട്. അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതുമില്ല. وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ وَاذْكُرُوا مَا فِيهِ لَعَلَّكُمْ تَتَّقُونَ. ഓർക്കുക, നിങ്ങളോട് നാം കരാർ വാങ്ങി നിങ്ങൾക്കുമീതെ തൂർമലയെ ഉയർത്തുകയും ചെയ്തു. നാം നിങ്ങൾക്ക് നൽകിയ വേദത്തെ ബലമായി മുറുകെ പിടിക്കാൻ നിർദ്ദേശിച്ചു. അതിലെ നിർദ്ദേശങ്ങൾ ഓർക്കാനും നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ. ثُمَّ تَوَلَّيْتُم مِّن بَعْدِ ذَلِكَ
فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. എന്നാൽ പിന്നെയും നിങ്ങൾ പുറംതിരിഞ്ഞു. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ നഷ്ടം പറ്റിയവരാകുമായിരുന്നു. وَلَقَدْ عَلِمْتُمُ الَّذِينَ اعْتَدَوْا مِنكُمْ فِي السَّبْتِ فَقُلْنَا لَهُمْ كُونُوا قِرَدَةً خَاسِئِينَ. സാബത്ത് നാളിൽ നിങ്ങളിലെ അതിക്രമം കാണിച്ചവരെ നിങ്ങൾക്ക് നന്നായി അറിയാമല്ലോ. അവർക്ക് നാം വിധിച്ചു, നിങ്ങൾ നിന്ദ്യരായ കുരങ്ങുകളാവുക. فَجَعَلْنَاهَا نَكَالًا لِمَا بَيْنَ يَدَيْهَا وَمَا خَلْفَهَا وَمَوْعِظَةً لِلْمُتَّقِينَ. അങ്ങനെ ആ സംഭവത്തെ നാം അക്കാലക്കാർക്കും പിൽക്കാലക്കാർക്കും ഗുണപാഠമാക്കി, സൂക്ഷ്മതയുള്ളവർക്ക് സതുപദേശവും. وَإِذْ قَالَ مُوسَى لِقَوْمِهِ إِنَّ اللَّهَ يَأْمُرُكُمْ أَن تَذْبَحُوا بَقَرَةً قَالُوا أَتَتَّخِذُنَا هُزُوًا قَالَ أَعُوذُ بِاللَّهِ أَنْ أَكُونَ مِنَ الْجَاهِلِينَ. ഓർക്കുക, മൂസ തന്റെ ജനത്തോട് പറഞ്ഞു, അല്ലാഹു നിങ്ങളോട് ഒരു പശുവെ അറുക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. അവർ ചോദിച്ചു, നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ? മൂസ പറഞ്ഞു, അവിവേകികളിൽ പെടാതിരിക്കാൻ ഞാൻ അല്ലാഹുവിൽ അഭയം തേടുന്നു. قالوا ادع لنا ربك يبين لنا ما هي قال إنه يقول إنها بقرة لا فارض ولا بكر عوان بين ذلك فافعلوا ما تؤمرون. അവർ പറഞ്ഞു, അത് ഏതാണെന്ന് ഞങ്ങൾക്ക് വിവരിച്ചു തരാൻ താങ്കൾ താങ്കളുടെ നാഥനോട് പ്രാർത്ഥിക്കുക. മൂസ പറഞ്ഞു, അല്ലാഹു അറിയിക്കുന്നു, ആ പശു പ്രായം കുറഞ്ഞതോ കൂടിയതോ ആവരുത്, വയസ്സൊത്തതായിരിക്കണം. അതിനാൽ കൽപ്പന പാലിക്കുക. قالوا ادع لنا ربك يبين لنا ما لونها قال إنه يقول إنها بقرة صفراء فاقع لونها تسر الناظرين. അവർ പറഞ്ഞു, താങ്കൾ താങ്കളുടെ നാഥനോട് ഞങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കുക, അതിന്റെ നിറം ഏതായിരിക്കണമെന്ന്. മൂസ പറഞ്ഞു, കാണികളിൽ കൗതുകമുണർത്തുന്ന തെളിഞ്ഞ മഞ്ഞ നിറമുള്ള പശുവായിരിക്കണമെന്ന് അല്ലാഹു നിർദ്ദേശിച്ചിരിക്കുന്നു. قالوا ادع لنا ربك يبين لنا ما هي إن البقرة شابه علينا وإنا إن شاء الله لمهتدون. അവർ പറഞ്ഞു, അത് ഏതു തരത്തിൽപ്പെട്ടതാണെന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ നീ നിന്റെ നാഥനോട് അപേക്ഷിക്കുക. പശു ഇപ്പോഴും ഞങ്ങൾക്ക് ദുരൂഹമായി തുടരുകയാണ്. ദൈവമിച്ഛിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ശരിയായ മാർഗം കണ്ടെത്തുക തന്നെ ചെയ്യും. قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون. മൂസ പറഞ്ഞു, അല്ലാഹു അറിയിക്കുന്നു, നിലം ഉഴുതാനോ വിള നനയ്ക്കാനോ ഉപയോഗിക്കാത്തതും കലകളില്ലാത്തതും കുറ്റമറ്റതുമായ പശുവായിരിക്കണം അത്. അവർ പറഞ്ഞു, ശരി, ഇപ്പോഴാണ് നീ ശരിയായ വിവരം തന്നത്. അങ്ങനെ അവരതിനെ അറുത്തു. അവരത് ചെയ്യാൻ തയ്യാറാകുമായിരുന്നില്ല. وَإِذْ قَتَلْتُمْ نَفْسًا فَادَّارَأْتُمْ فِيهَا وَاللَّهُ مُخْرِجٌ مَا كُنْتُمْ تَكْتُمُونَ. ഓർക്കുക, നിങ്ങൾ ഒരാളെ കൊന്നു, എന്നിട്ട് കുറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി. എന്നാൽ അല്ലാഹു
നിങ്ങൾ മറച്ചുവെക്കുന്നതിനെ വെളിക്ക് കൊണ്ടുവരുന്നവനത്രേ. فقلنا اضربوه ببعضها كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون. അപ്പോൾ നാം പറഞ്ഞു, നിങ്ങൾ അതിന്റെ ഒരു ഭാഗം കൊണ്ട് ആ ശവശരീരത്തെ അടിക്കുക. അவ்விധം അല്ലാഹു മരിച്ചവരെ ജീവിപ്പിക്കുന്നു. നിങ്ങൾ ചിന്തിക്കാനായി അവൻ തന്റെ തെളിവുകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون. അതിനുശേഷം പിന്നെയും നിങ്ങളുടെ മനസ്സ് കടുത്തു, അത് പാറ പോലെ കഠിനമായി. അല്ല, അതിലും കൂടുതൽ കടുത്തു. ചില പാറകളിൽ നിന്ന് നദികൾ പൊട്ടിയൊഴുകാറുണ്ട്, ചിലത് പൊട്ടിപ്പിളർന്ന് വെള്ളം പുറത്തു വരാറുമുണ്ട്. അല്ലാഹുവെ ഭയന്ന് താഴെ വീഴുന്നവയുമുണ്ട്. നിങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും അല്ലാഹു അശ്രദ്ധനല്ല. أفتطمعون أن يؤمنوا لكم وقد كان فريق منهم يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون. നിങ്ങൾക്കു വേണ്ടി ഈ ജനം വിശ്വസിക്കുമെന്ന് നിങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുവോ? അവരിലൊരു വിഭാഗം അല്ലാഹുവിന്റെ വചനം കേൾക്കുന്നു, നന്നായി മനസ്സിലാക്കുന്നു, എന്നിട്ടും ബോധപൂർവം അവരത് മാറ്റിപ്പറയുന്നു. وَإِذَا لَقُوا الَّذِينَ آمَنُوا قَالُوا آمَنَّا وَإِذَا خَلَا بَعْضُهُمْ إِلَى بَعْضٍ قَالُوا أَتُحَدِّثُونَهُم بِمَا فَتَحَ اللَّهُ عَلَيْكُمْ لِيُحَاجُّوكُم بِهِ عِندَ رَبِّكُمْ أَفَلَا تَعْقِلُونَ. സത്യവിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും, ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു. അവർ തനിച്ചാകുമ്പോൾ പരസ്പരം പറയും, അല്ലാഹു നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ നിങ്ങൾ ഇക്കൂട്ടർക്ക് പറഞ്ഞുകൊടുക്കുകയോ? അതുവഴി നിങ്ങളുടെ നാഥങ്കൽ അവർ നിങ്ങൾക്കെതിരെ ന്യായവാദം നടത്താൻ നിങ്ങൾ തീരെ ആലോചിക്കുന്നില്ലേ? أَوَلَا يَعْلَمُونَ أَنَّ اللَّهَ يَعْلَمُ مَا يُسِرُّونَ وَمَا يُعْلِنُونَ. അവരറിയുന്നില്ലേ, അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹുവിനറിയാമെന്ന്. وَمِنْهُمْ أُمِّيُّونَ لَا يَعْلَمُونَ الْكِتَابَ إِلَّا أَمَانِيَّ وَإِنْ هُمْ إِلَّا يَظُنُّونَ. അവരിൽ ചിലർ നിരക്ഷരരാണ്, വേദഗ്രന്ഥമൊന്നും അവർക്കറിയില്ല, ചില വ്യാമോഹങ്ങൾ വെച്ച് പുലർത്തുന്നതല്ലാതെ ഊഹിച്ചെടുക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. فَوَيْلٌ لِّلَّذِينَ يَكْتُبُونَ الْكِتَابَ بِأَيْدِيهِمْ ثُمَّ يَقُولُونَ هَذَا مِنْ عِندِ اللَّهِ لِيَشْتَرُوا بِهِ ثَمَنًا قَلِيلًا فَوَيْلٌ لَّهُم مِّمَّا كَتَبَتْ أَيْدِيهِمْ وَوَيْلٌ لَّهُم مِّمَّا يَكْسِبُونَ. അതിനാൽ സ്വന്തം കൈകൊണ്ട് പുസ്തകമെഴുതി അത് അല്ലാഹുവിൽ നിന്നുള്ളതാണെന്ന് അവകാശപ്പെടുന്നവർക്ക് നാശം. തുച്ഛമായ വില വാങ്ങാനാണ് അവരത് ചെയ്യുന്നത്. തങ്ങളുടെ കൈകൊണ്ട് എഴുതിയുണ്ടാക്കിയതിനാൽ അവർക്ക് കൊടിയ ശിക്ഷയുണ്ട്. അവർ സമ്പാദിച്ചത് കാരണവും അവർക്ക് നാശം. وَقَالُوا لَن تَمَسَّنَا النَّارُ إِلَّا أَيَّامًا مَّعْدُودَةً
قل أتخذتم عند الله عهدا فلن يخلف الله عهده أم تقولون على الله ما لا تعلمون. അവരവകാശപ്പെടുന്നു, എണ്ണപ്പെട്ട ഏതാനും നാളുകളല്ലാതെ നരകം ഞങ്ങളെ സ്പർശിക്കുകയില്ല. ചോദിക്കുക, നിങ്ങൾ അല്ലാഹുവുമായി വല്ല കരാറും ഉണ്ടാക്കിയിട്ടുണ്ടോ? എങ്കിൽ അല്ലാഹു തന്റെ കരാർ ലംഘിക്കുകയില്ല തീർച്ച. അതോ അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾക്കറിയാത്തത് പറഞ്ഞുണ്ടാക്കുകയാണോ? ബലാ മൻ കസബ സയ്യിഅതൻ വഅഹാതത് ബിഹി ഖതീഅതുഹു ഫഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. എന്നാൽ അറിയുക, ആർ പാപം പ്രവർത്തിക്കുകയും പാപം അവനെ പൊതിയുകയും ചെയ്യുന്നുവോ അവരാണ് നരകാവകാശികൾ. അവരതിൽ സ്ഥിരവാസികളായിരിക്കും. വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ഉലൈക അസ്ഹാബുൽ ജന്നഹ് ഹും ഫീഹാ ഖാലിദൂൻ. സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ആരോ അവരാണ് സ്വർഗാവകാശികൾ. അവരതിൽ നിത്യവാസികളായിരിക്കും. وَإِذْ أَخَذْنَا مِيثَاقَ بَنِي إِسْرَائِيلَ لَا تَعْبُدُونَ إِلَّا اللَّهَ وَبِالْوَالِدَيْنِ إِحْسَانًا وَذِي الْقُرْبَى وَالْيَتَامَى وَالْمَسَاكِينِ وَقُولُوا لِلنَّاسِ حُسْنًا وَأَقِيمُوا الصَّلَاةَ وَآتُوا الزَّكَاةَ ثُمَّ تَوَلَّيْتُمْ إِلَّا قَلِيلًا مِّنكُمْ وَأَنتُمْ مُعْرِضُونَ. ഓർക്കുക, ഇസ്രയേൽ മക്കളിൽ നിന്ന് നാം ഉറപ്പുവാങ്ങി, അല്ലാഹുവിനല്ലാതെ നിങ്ങൾ വഴിപ്പെടരുത്. മാതാപിതാക്കളോടും അടുത്ത ബന്ധുക്കളോടും അനാഥകളോടും അഗതികളോടും നല്ല നിലയിൽ വർത്തിക്കണം. ജനങ്ങളോട് നല്ലത് പറയണം. നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കണം. സക്കാത്ത് നൽകണം. പക്ഷേ പിന്നീട് നിങ്ങൾ പുറംതിരിഞ്ഞു, നിങ്ങളിൽ അല്പം ചിലരൊഴികെ. وَإِذْ أَخَذْنَا مِيثَاقَكُمْ لَا تَسْفِكُونَ دِمَاءَكُمْ وَلَا تُخْرِجُونَ أَنفُسَكُمْ مِنْ دِيَارِكُمْ ثُمَّ أَقْرَرْتُمْ وَأَنْتُمْ تَشْهَدُونَ. പരസ്പരം ചോര ചിന്തില്ലെന്നും നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറന്തള്ളുകയില്ലെന്നും നാം നിങ്ങളിൽ നിന്ന് ഉറപ്പുവാങ്ങിയതോർക്കുക. പിന്നെ നിങ്ങളത് സ്ഥിരീകരിച്ചു. നിങ്ങൾ അതിന് സാക്ഷികളുമായിരുന്നു. ثُمَّ أَنْتُمْ هَؤُلَاءِ تَقْتُلُونَ أَنفُسَكُمْ وَتُخْرِجُونَ فَرِيقًا مِّنكُم مِّن دِيَارِهِمْ تَظَاهَرُونَ عَلَيْهِم بِالْإِثْمِ وَالْعُدْوَانِ وَإِن يَأْتُوكُمْ أُسَارَىٰ تُفَادُوهُمْ وَهُوَ مُحَرَّمٌ عَلَيْكُمْ إِخْرَاجُهُمْ أَفَتُؤْمِنُونَ بِبَعْضِ الْكِتَابِ وَتَكْفُرُونَ بِبَعْضٍ فَمَا جَزَاءُ مَن يَفْعَلُ ذَلِكَ مِنكُمْ إِلَّا خِزْيٌ فِي الْحَيَاةِ الدُّنْيَا وَيَوْمَ الْقِيَامَةِ يُرَدُّونَ إِلَى أَشَدِّ الْعَذَابِ وَمَا اللَّهُ بِغَافِلٍ عَمَّا تَعْمَلُونَ. എന്നിട്ടും പിന്നെയുമിതാ നിങ്ങൾ സ്വന്തക്കാരെ കൊല്ലുന്നു. സ്വജനങ്ങളിൽ ഒരു വിഭാഗത്തെ അവരുടെ വീടുകളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുന്നു. കുറ്റകരമായും ശത്രുതാപരമായും നിങ്ങൾ അവർക്കെതിരെ പരസ്പരം സഹായിക്കുന്നു. അവർ നിങ്ങളുടെ അടുത്ത് യുദ്ധത്തടവുകാരായെത്തിയാൽ നിങ്ങൾ അവർക്കായി മോചനദ്രവ്യം നൽകുന്നു. അവരെ തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറന്തള്ളുന്നതു തന്നെ
നിങ്ങൾക്ക് നിഷിദ്ധമത്രേ. നിങ്ങൾ വേദപുസ്തകത്തിലെ ചില വശങ്ങൾ വിശ്വസിക്കുകയും ചില വശങ്ങൾ തള്ളിക്കളയുകയുമാണോ? നിങ്ങളിൽ അவ்விധം ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം ഐഹിക ജീവിതത്തിൽ നിന്ദ്യത മാത്രമായിരിക്കും. ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ കൊടിയ ശിക്ഷയിലേക്ക് അവർ തള്ളപ്പെടും. നിങ്ങൾ ചെയ്യുന്നതിനെപ്പറ്റി അല്ലാഹു ഒട്ടും അശ്രദ്ധനല്ല. أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم العذاب ولا هم ينصرون. പരലോകം നൽകി ഇഹലോക ജീവിതം വാങ്ങിയവരാണവർ. അതിനാൽ അവർക്ക് ശിക്ഷയിൽ ഇളവ് ലഭിക്കുകയില്ല. അവർക്ക് ഒരുവിധ സഹായവും കിട്ടുകയുമില്ല. وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ وَقَفَّيْنَا مِنْ بَعْدِهِ بِالرُّسُلِ وَآتَيْنَا عِيسَى ابْنَ مَرْيَمَ الْبَيِّنَاتِ وَأَيَّدْنَاهُ بِرُوحِ الْقُدُسِ أَفَكُلَّمَا جَاءَكُمْ رَسُولٌ بِمَا لَا تَهْوَى أَنفُسُكُمُ اسْتَكْبَرْتُمْ فَفَرِيقًا كَذَّبْتُمْ وَفَرِيقًا تَقْتُلُونَ. നിശ്ചയമായും മൂസാക്കു നാം ഗ്രന്ഥം നൽകി. അദ്ദേഹത്തിനു ശേഷം നാം തുടരെ ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു. മറിയമിന്റെ മകൻ ഈസാക്കു നാം വ്യക്തമായ അടയാളങ്ങൾ നൽകി. പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹത്തെ പ്രബലനാക്കുകയും ചെയ്തു. നിങ്ങളുടെ ഇച്ഛയ്ക്കിണങ്ങാത്ത കാര്യങ്ങളുമായി ദൈവദൂതൻ നിങ്ങൾക്കിടയിൽ വന്നപ്പോഴെല്ലാം നിങ്ങൾ അഹങ്കാരികളായി തീരുകയോ? അവരിൽ ഒരു വിഭാഗത്തെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, മറ്റൊരു കൂട്ടരെ കൊല്ലുകയും ചെയ്തു. وَقَالُوا قُلُوبُنَا غُلْفٌ بَلْ لَعَنَهُمُ اللَّهُ بِكُفْرِهِمْ فَقَلِيلًا مَا يُؤْمِنُونَ. അവർ പറഞ്ഞു, ഞങ്ങളുടെ മനസ്സുകൾ അടഞ്ഞുകിടക്കുകയാണ്. അല്ല, സത്യനിഷേധം കാരണം അല്ലാഹു അവരെ ശപിച്ചിരിക്കുകയാണ്. അതിനാൽ വളരെ കുറച്ചേ അവർ വിശ്വസിക്കുന്നുള്ളൂ. وَلَمَّا جَاءَهُمْ كِتَابٌ مِّنْ عِندِ اللَّهِ مُصَدِّقٌ لِّمَا مَعَهُمْ وَكَانُوا مِن قَبْلُ يَسْتَفْتِحُونَ عَلَى الَّذِينَ كَفَرُوا فَلَمَّا جَاءَهُم مَّا عَرَفُوا كَفَرُوا بِهِ فَلَعْنَةُ اللَّهِ عَلَى الْكَافِرِينَ. തങ്ങളുടെ വശമുള്ള വേദത്തെ സത്യപ്പെടുത്തുന്ന ഗ്രന്ഥം ദൈവത്തിൽ നിന്ന് അവർക്ക് വന്നെത്തി. അവരോ അതിനു മുമ്പ് അത്തരമൊന്നിലൂടെ അവിശ്വാസികളെ പരാജയപ്പെടുത്താനായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്നിട്ടും അവർക്ക് നന്നായി അറിയാവുന്ന ആ ഗ്രന്ഥം വന്നെത്തിയപ്പോൾ അവരതിനെ നിഷേധിച്ചു. അതിനാൽ അല്ലാഹുവിന്റെ ശാപം ആ സത്യനിഷേധികൾക്കത്രേ. بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده فباءوا بغضب على غضب وللكافرين عذاب مهين. അല്ലാഹു അവതരിപ്പിച്ചതിനെ തള്ളിക്കളഞ്ഞതിലൂടെ അവർ സ്വയം വിറ്റുവാങ്ങിയത് എത്ര ചീത്ത. അതിനവരെ പ്രേരിപ്പിച്ചതോ അല്ലാഹു തന്റെ ഔദാര്യം തന്റെ ദാസന്മാരിൽ താൻ ഇഷ്ടപ്പെടുന്നവർക്ക് നൽകിയതിലെ അമർഷവും. അതിനാൽ അവർ അല്ലാഹുവിന്റെ കൊടിയ കോപത്തിനിരയായി. സത്യനിഷേധികൾക്ക് ഏറെ നിന്ദ്യമായ ശിക്ഷയാണുള്ളത്. وَإِذَا قِيلَ لَهُمْ آمِنُوا بِمَا أَنزَلَ اللَّهُ قَالُوا نُؤْمِنُ بِمَا أُنزِلَ عَلَيْنَا وَيَكْفُرُونَ بِمَا وَرَاءَهُ وَهُوَ الْحَقُّ مُصَدِّقًا لِمَا مَعَهُمْ قُلْ فَلِمَ تَقْتُلُونَ أَنْبِيَاءَ اللَّهِ مِنْ
قبل إن كنتم مؤمنين അല്ലാഹു ഇറക്കിത്തന്നതിൽ വിശ്വസിക്കുക എന്നാവശ്യപ്പെട്ടാൽ അവർ പറയും, ഞങ്ങൾക്ക് ഇറക്കിത്തന്നതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിന് പുറത്തുള്ളതിനെ അവർ നിഷേധിക്കുന്നു. അത് അവരുടെ വശമുള്ളതിനെ ശരിവെക്കുന്ന സത്യസന്ദേശമായിരുന്നിട്ടും. ചോദിക്കുക, നിങ്ങൾ വിശ്വാസികളെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ കൊന്നുകൊണ്ടിരുന്നത്? وَلَقَدْ جَاءَكُم مُوسَى بِالْبَيِّنَاتِ ثُمَّ اتَّخَذْتُمُ الْعِجْلَ مِن بَعْدِهِ وَأَنْتُمْ ظَالِمُونَ വ്യക്തമായ തെളിവുകളോടെ മൂസ നിങ്ങളുടെ അടുക്കൽ വന്നു. എന്നിട്ടും പിന്നെയും നിങ്ങൾ പശുക്കുട്ടിയെ ആരാധ്യവസ്തുവാക്കി. നിങ്ങൾ അക്രമികളാവുകയായിരുന്നു. وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ وَاسْمَعُوا قَالُوا سَمِعْنَا وَعَصَيْنَا وَأُشْرِبُوا فِي قُلُوبِهِمُ الْعِجْلَ بِكُفْرِهِمْ قُلْ بِئْسَ مَا يَأْمُرُكُمْ بِهِ إِيمَانُكُمْ إِن كُنتُم مُؤْمِنِينَ ഓർക്കുക, നിങ്ങൾക്കുമീതെ പർവ്വതത്തെ ഉയർത്തിക്കൊണ്ട് നിങ്ങളോട് നാം ഉറപ്പുവാങ്ങി. നാം നിങ്ങൾക്ക് നൽകിയത് ശക്തമായി മുറുകെ പിടിക്കുക. ശ്രദ്ധയോടെ കേൾക്കുക. അവർ പറഞ്ഞു, ഞങ്ങൾ കേൾക്കുകയും ധിക്കരിക്കുകയും ചെയ്തിരിക്കുന്നു. സത്യനിഷേധം നിമിത്തം പശുഭക്തി അവരുടെ മനസ്സുകളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നു. പറയുക, നിങ്ങൾ വിശ്വാസികളെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളോട് കൽപ്പിക്കുന്നത് വളരെ ചീത്ത തന്നെ. قُلْ إِن كَانَتْ لَكُمُ الدَّارُ الْآخِرَةُ عِندَ اللَّهِ خَالِصَةً مِّن دُونِ النَّاسِ فتمنوا الموت إن كنتم صادقين പറയുക, അല്ലാഹുവിങ്കൽ പരലോകഭവനം മറ്റു ജനങ്ങൾക്കില്ലാതെ നിങ്ങൾക്ക് പ്രത്യേകമായുള്ളതാണെങ്കിൽ നിങ്ങൾ മരണം കൊതിക്കുക, നിങ്ങൾ സത്യസന്ധരെങ്കിൽ. وَلَن يَتَمَنَّوْهُ أَبَدًا بِمَا قَدَّمَتْ أَيْدِيهِمْ وَاللَّهُ عَلِيمٌ بِالظَّالِمِينَ അവരൊരിക്കലും അതാഗ്രഹിക്കുകയില്ല. കാരണം അവരുടെ കൈകൾ നേരത്തെ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ തന്നെ. അക്രമികളെ നന്നായി അറിയുന്നവനാണ് അല്ലാഹു. وَلَتَجِدَنَّهُمْ أَحْرَصَ النَّاسِ عَلَى حَيَاةٍ وَمِنَ الَّذِينَ أَشْرَكُوا يَوَدُّ أَحَدُهُمْ لَوْ يُعَمَّرُ 1000 سَنَةٍ وَمَا هُوَ بِمُزَحْزِحِهِ مِنَ الْعَذَابِ أَن يُعَمَّرَ وَاللَّهُ بَصِيرٌ بِمَا يَعْمَلُونَ ജീവിതത്തോട് മറ്റാരെക്കാളും കൊതിയുള്ളവരായി നിനക്കവരെ കാണാം. ബഹുദൈവ വിശ്വാസികളെക്കാളും അത്യാഗ്രഹികളായി. 1000 കൊല്ലം ആയുസ്സുണ്ടായെങ്കിലെന്ന് അവർ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. എന്നാൽ ആയുർദൈർഘ്യം ഒരാളെയും ശിക്ഷയിൽ നിന്ന് അകറ്റിമാറ്റുകയില്ല. അവർ ചെയ്യുന്നതൊക്കെയും സൂക്ഷ്മമായി കാണുന്നവനാണ് അല്ലാഹു. قُلْ مَنْ كَانَ عَدُوًّا لِجِبْرِيلَ فَإِنَّهُ نَزَّلَهُ عَلَى قَلْبِكَ بِإِذْنِ اللَّهِ مُصَدِّقًا لِمَا بَيْنَ يَدَيْهِ وَهُدًى وَبُشْرَى لِلْمُؤْمِنِينَ പറയുക, ആരെങ്കിലും ശത്രുത പുലർത്തുന്നത് ജിബ്രീലിനോടാണെങ്കിൽ അവരറിയണം, ജിബ്രീൽ നിന്റെ മനസ്സിൽ വേദമിറക്കിയത് അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ്. അത് മുൻവേദങ്ങളെ സത്യപ്പെടുത്തുന്നതാണ്. സത്യവിശ്വാസം സ്വീകരിക്കുന്നവർക്ക് നേർവഴി നിർദ്ദേശിക്കുന്നതും
സുവാർത്ത അറിയിക്കുന്നതുമാണ്. من كان عدوا لله وملائكته ورسله وجبريل وميكال فإن الله عدو للكافرين. ആരെങ്കിലും അല്ലാഹുവിന്റെയും മലക്കുകളുടെയും അവന്റെ ദൂതന്മാരുടെയും ജിബ്രീലിന്റെയും മീകായിലിന്റെയും ശത്രുവാണെങ്കിൽ അറിയുക, നിസ്സംശയം അല്ലാഹു സത്യനിഷേധികളുടെ ശത്രുവാണ്. وَلَقَدْ أَنزَلْنَا إِلَيْكَ آيَاتٍ بَيِّنَاتٍ وَمَا يَكْفُرُ بِهَا إِلَّا الْفَاسِقُونَ. ഉറപ്പായും നിനക്കു നാം വ്യക്തമായ വചനങ്ങളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. തെമ്മാടികളല്ലാതെ അതിനെ നിഷേധിക്കുകയില്ല. أَوَكُلَّمَا عَاهَدُوا عَهْدًا نَبَذَهُ فَرِيقٌ مِّنْهُمْ بَلْ أَكْثَرُهُمْ لَا يُؤْمِنُونَ. അവർ ഏതൊരു കരാറിലേർപ്പെട്ടാലും അവരിലൊരു വിഭാഗം അതിനെ വലിച്ചെറിയുകയാണോ? അല്ല, അവരിലേറെ പേരും വിശ്വസിക്കുന്നില്ല. وَلَمَّا جَاءَهُمْ رَسُولٌ مِّنْ عِندِ اللَّهِ مُصَدِّقٌ لِّمَا مَعَهُمْ نَبَذَ فَرِيقٌ مِّنَ الَّذِينَ أُوتُوا الْكِتَابَ كِتَابَ اللَّهِ وَرَاءَ ظُهُورِهِمْ كَأَنَّهُمْ لَا يَعْلَمُونَ. അവരുടെ അടുത്ത് ദൈവദൂതൻ വന്നെത്തി. അദ്ദേഹം അവരുടെ വശമുള്ളതിനെ സത്യപ്പെടുത്തുന്നവനായിരുന്നു. എന്നിട്ടും വേദഗ്രന്ഥം കിട്ടിയവരിൽ ഒരു കൂട്ടർ ആ ദൈവിക ഗ്രന്ഥത്തെ പിറകോട്ട് വലിച്ചെറിഞ്ഞു, അവർക്കൊന്നും അറിയാത്ത പോലെ. وَاتَّبَعُوا مَا تَتْلُو الشَّيَاطِينُ عَلَى مُلْكِ سُلَيْمَانَ وَمَا كَفَرَ سُلَيْمَانُ وَلَكِنَّ الشَّيَاطِينَ كَفَرُوا يُعَلِّمُونَ النَّاسَ السِّحْرَ وَمَا أُنزِلَ عَلَى الْمَلَكَيْنِ بِبَابِلَ هَارُوتَ وَمَارُوتَ وَمَا يُعَلِّمَانِ مِنْ أَحَدٍ حَتَّى يَقُولَا إِنَّمَا نَحْنُ فِتْنَةٌ فَلَا تَكْفُرْ فَيَتَعَلَّمُونَ مِنْهُمَا مَا يُفَرِّقُونَ بِهِ بَيْنَ الْمَرْءِ وَزَوْجِهِ وَمَا هُمْ بِضَارِّينَ بِهِ مِنْ أَحَدٍ إِلَّا بِإِذْنِ اللَّهِ وَيَتَعَلَّمُونَ مَا يَضُرُّهُمْ وَلَا يَنفَعُهُمْ وَلَقَدْ عَلِمُوا لَمَنِ اشْتَرَاهُ مَا لَهُ فِي الْآخِرَةِ مِنْ خَلَاقٍ وَلَبِئْسَ مَا شَرَوْا بِهِ أَنفُسَهُمْ لَوْ كَانُوا يَعْلَمُونَ. സുലൈമാൻ നബിയുടെ ആധിപത്യത്തിനെതിരെ പിശാചുകൾ പറഞ്ഞു പരത്തിയതൊക്കെയും അവർ പിൻപറ്റി. യഥാർത്ഥത്തിൽ സുലൈമാൻ സത്യനിഷേധി ആയിട്ടില്ല. സത്യനിഷേധികളായത് ആ പിശാചുക്കളാണ്. അവർ ജനങ്ങൾക്ക് മാരണം പഠിപ്പിക്കുകയായിരുന്നു. ബാബിലോണിയയിലെ ഹാറൂത്ത്, മാറൂത്ത് എന്നീ മലക്കുകൾക്ക് ഇറക്കിക്കൊടുത്തതിനെയും അവർ പിൻപറ്റി. അവരിരുവരും അതാരെയും പഠിപ്പിച്ചിരുന്നില്ല. ഞങ്ങളൊരു പരീക്ഷണം, അതിനാൽ നീ സത്യനിഷേധിയാകരുത് എന്ന് അറിയിച്ചുകൊണ്ടല്ലാതെ. അങ്ങനെ ജനം അവരിരുവരിൽ നിന്ന് ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ വിടവുണ്ടാക്കുന്ന വിദ്യ പഠിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ അവർക്ക് അതുപയോഗിച്ച് ആരെയും ദ്രോഹിക്കാനാവില്ല. തങ്ങൾക്ക് ദോഷകരവും ഒപ്പം ഒട്ടും ഉപകാരമില്ലാത്തതുമാണ് അവർ പഠിച്ചുകൊണ്ടിരുന്നത്. ആ വിദ്യ സ്വീകരിക്കുന്നവർക്ക് പരലോകത്ത് ഒരു വിഹിതവുമില്ലെന്ന് അവർക്ക് തന്നെ നന്നായി അറിയാം. അവർ സ്വന്തത്തെ വിറ്റുവാങ്ങിയത് എത്ര ചീത്ത.
അവരതറിഞ്ഞിരുന്നെങ്കിൽ. ولو أنهم آمنوا واتقوا لمثوبة من عند الله خير لو كانوا يعلمون. അവർ സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സൂക്ഷ്മത പുലർത്തുകയുമാണെങ്കിൽ അല്ലാഹുവിങ്കലുള്ള പ്രതിഫലം ഉത്തമമാകുമായിരുന്നു, അവരതറിഞ്ഞിരുന്നെങ്കിൽ. يا أيها الذين آمنوا لا تقولوا راعنا وقولوا انظرنا واسمعوا وللكافرين عذاب أليم. വിശ്വസിച്ചവരെ, നിങ്ങൾ റാഇന എന്ന് പറയരുത്, പകരം ഉൻലുർന എന്ന് പറയുക, ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യുക. സത്യനിഷേധികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ما يود الذين كفروا من أهل الكتاب ولا المشركين أن ينزل عليكم من خير من ربكم والله يختص برحمته من يشاء والله ذو الفضل العظيم. വേദക്കാരിലെയും ബഹുദൈവ വിശ്വാസികളിലെയും സത്യനിഷേധികൾ നിങ്ങളുടെ നാഥനിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നന്മയും ഇറക്കിക്കിട്ടുന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ അല്ലാഹു തന്റെ കാരുണ്യത്താൽ താൻ ഇച്ഛിക്കുന്നവരെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു. അല്ലാഹു അതിമഹത്തായ അനുഗ്രഹമുള്ളവൻ തന്നെ. മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഏതെങ്കിലും വേദവാക്യത്തെ നാം ദുർബലപ്പെടുത്തുകയോ മറപ്പിക്കുകയോ ആണെങ്കിൽ പകരം തത്തുല്യമോ കൂടുതൽ മികച്ചതോ നാം കൊണ്ടുവരും. നിനക്കറിയില്ലേ അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണെന്ന്? അലം തഅലം അന്നല്ലാഹ ലഹു മുൽകുസ് സമാവാതി വൽ അർദ് വമാ ലകും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. നിനക്കറിയില്ലേ, തീർച്ചയായും അല്ലാഹുവിന് തന്നെയാണ് ആകാശഭൂമികളുടെ സമ്പൂർണാധിപത്യം. അല്ലാഹുവല്ലാതെ നിങ്ങൾക്കൊരു രക്ഷകനോ സഹായിയോ ഇല്ല. അം തുരീദൂന അൻ തസ്അലൂ റസൂലകും കമാ സുഇല മൂസാ മിൻ ഖബ്ൽ ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل. അല്ല, നേരത്തെ മൂസയോട് ഉന്നയിച്ചതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ പ്രവാചകനോട് ചോദിക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സംശയമില്ല, സത്യവിശ്വാസത്തിനു പകരം സത്യനിഷേധം സ്വീകരിക്കുന്നവർ നേർവഴിയിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറൻ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ് ഫഅഫു വസ്ഫഹു ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വേദക്കാരിൽ ഏറെ പേരും ആഗ്രഹിക്കുന്നു നിങ്ങൾ സത്യവിശ്വാസികളായ ശേഷം നിങ്ങളെ സത്യനിഷേധികളാക്കി മാറ്റാൻ സാധിച്ചെങ്കിലെന്ന്. അവരുടെ അസൂയയാണതിന് കാരണം. ഇതൊക്കെയും സത്യം അവർക്ക് നന്നായി വ്യക്തമായ ശേഷമാണ്. അതിനാൽ അല്ലാഹു തന്റെ കൽപ്പന നടപ്പാക്കും വരെ നിങ്ങൾ മാപ്പേക്കുക, വിട്ടുവീഴ്ച കാണിക്കുക, സംയമനം പാലിക്കുക. തീർച്ചയായും അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവൻ തന്നെ. വഅഖീമുസ് സ്വലാത വആതുസ് സകാത വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്
إن الله بما تعملون بصير. നിങ്ങൾ നിഷ്ഠയോടെ നമസ്കരിക്കുക, സക്കാത്ത് നൽകുക. നിങ്ങൾ മുൻകൂട്ടി ചെയ്യുന്ന ഏത് നന്മയുടെയും സദ്ഫലം നിങ്ങൾക്ക് അല്ലാഹുവിങ്കൽ കണ്ടെത്താം. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും ഉറപ്പായും അല്ലാഹു കാണുന്നുണ്ട്. وقالوا لن يدخل الجنة إلا من كان هودا أو نصارى تلك أمانيهم قل هاتوا برهانكم إن كنتم صادقين. ജൂതനോ ക്രിസ്ത്യാനിയോ ആവാതെ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് അവർ അവകാശപ്പെടുന്നു. അതവരുടെ വ്യാമോഹം മാത്രം. അവരോട് പറയൂ, നിങ്ങൾ തെളിവ് കൊണ്ടുവരിക, നിങ്ങൾ സത്യസന്ധരെങ്കിൽ. بلى من أسلم وجهه لله وهو محسن فله أجره عند ربه ولا خوف عليهم ولا هم يحزنون. എന്നാൽ ആർ നന്മ ചെയ്തവനായി എല്ലാം അല്ലാഹുവിന് സമർപ്പിക്കുന്നുവോ അവന് തന്റെ നാഥന്റെ അടുത്ത് അതിനുള്ള പ്രതിഫലമുണ്ട്. അവർക്ക് ഒന്നും ഭയപ്പെടാനില്ല, ദുഃഖിക്കാനുമില്ല. وقالت اليهود ليست النصارى على شيء وقالت النصارى ليست اليهود على شيء وهم يتلون الكتاب كذلك قال الذين لا يعلمون مثل قولهم فالله يحكم بينهم يوم القيامة فيما كانوا فيه يختلفون. ക്രിസ്ത്യാനികൾക്ക് ഒരടിസ്ഥാനവുമില്ലെന്ന് യഹൂദർ പറയുന്നു. യഹൂദർക്ക് അടിസ്ഥാനമൊന്നുമില്ലെന്ന് ക്രിസ്ത്യാനികളും വാദിക്കുന്നു. അവരൊക്കെ വേദമോതുന്നവരാണു താനും. വിവരമില്ലാത്ത ചിലരെല്ലാം മുമ്പും ഇവർ വാദിക്കും വിധം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ അവർ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ അല്ലാഹു വിധി കൽപ്പിക്കുന്നതാണ്. ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم. അല്ലാഹുവിന്റെ പള്ളികളിൽ അവന്റെ നാമം പ്രകീർത്തിക്കുന്നത് വിലക്കുകയും പള്ളികളുടെ തന്നെ നാശത്തിന് ശ്രമിക്കുകയും ചെയ്യുന്നവനേക്കാൾ കടുത്ത അക്രമി ആരുണ്ട്? പേടിച്ചുകൊണ്ടല്ലാതെ അവർക്കതിൽ പ്രവേശിക്കാവതല്ല. അവർക്ക് ഈ ലോകത്ത് കൊടിയ അപമാനമുണ്ട്, പരലോകത്ത് കഠിന ശിക്ഷയും. വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് ഫഅയ്നമാ തുവല്ലൂ ഫതമ്മ വജ്ഹുല്ലാഹ് ഇന്നല്ലാഹ വാസിഉൻ അലീം. കിഴക്കും പടിഞ്ഞാറും അല്ലാഹുവിൻ്റെതാണ്. അതിനാൽ നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞു പ്രാർത്ഥിച്ചാലും അവിടെയൊക്കെ അല്ലാഹുവിന്റെ സാന്നിധ്യമുണ്ട്. അല്ലാഹു അതിരുകൾക്കതീതനാണ്, എല്ലാം അറിയുന്നവനും. വഖാലു ഇത്തഖദ അല്ലാഹു വലദാ സുബ്ഹാനഹു ബൽ ലഹു മാ ഫിസ് സമാവാതി വൽ അർദി കുല്ലുൻ ലഹു ഖാനിതൂൻ. അല്ലാഹു പുത്രനെ വരിച്ചിരിക്കുന്നുവെന്ന് അവർ വാദിക്കുന്നു. എന്നാൽ അവൻ അതിൽ നിന്നെല്ലാം എത്ര പരിശുദ്ധൻ. ആകാശഭൂമികളിലുള്ളതെല്ലാം അവന്റേതാണ്, എല്ലാം അവന് വഴങ്ങുന്നവയും. ബദീഉസ് സമാവാതി വൽ അർദി വഇദാ ഖദാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. മുൻമാതൃകകളില്ലാതെ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണവൻ. അവനൊരു കാര്യം തീരുമാനിച്ചാൽ ഉണ്ടാവുക
എന്ന അവന്റെ വചനം മതി, അതോടെ അതുണ്ടാകുന്നു. وقال الذين لا يعلمون لولا يكلمنا الله أو تأتينا آية كذلك قال الذين من قبلهم مثل قولهم تشابهت قلوبهم قد بينا الآيات لقوم يوقنون. അറിവില്ലാത്തവർ ചോദിക്കുന്നു, അല്ലാഹു ഞങ്ങളോട് നേരിൽ സംസാരിക്കാത്തതെന്ത്? അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരടയാളമെങ്കിലും വന്നെത്താത്തതെന്ത്? ഇവർ ചോദിക്കുന്ന പോലെ ഇവരുടെ മുൻഗാമികളും ചോദിച്ചിരുന്നു. ഇരുവിഭാഗത്തിന്റെയും മനസ്സുകൾ ഒരുപോലെയാണ്. തീർച്ചയായും അടിയുറച്ചു വിശ്വസിക്കുന്ന ജനത്തിന് നാം തെളിവുകൾ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. ഇന്നാ അർസൽനാക ബിൽഹഖ് ബശീറൻ വനദീറാ വലാ തുസ്അലു അൻ അസ്ഹാബിൽ ജഹീം. നിസ്സംശയം നിന്നെ നാം സത്യസന്ദേശവുമായാണ് അയച്ചത്, സന്തോഷവാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പ് നൽകുന്നവനുമായി. നരകാവകാശികളെപ്പറ്റി നിന്നോട് ചോദിക്കുകയുമില്ല. വലൻ തർദാ അൻകൽ യഹൂദു വലൻ നസാറാ ഹത്താ തത്തബിഅ മില്ലതഹും ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ ولئن اتبعت أهواءهم بعد الذي جاءك من العلم ما لك من الله من ولي ولا نصير. ജൂതരോ ക്രൈസ്തവരോ നിന്നെ സംബന്ധിച്ച് സംതൃപ്തരാവുകയില്ല, നീ അവരുടെ മാർഗം അവലംബിക്കും വരെ. പറയുക, സംശയമില്ല, ദൈവിക മാർഗദർശനമാണ് സത്യദർശനം. നിനക്ക് യഥാർത്ഥ ജ്ഞാനം ലഭിച്ച ശേഷം നീ അവരുടെ ഇച്ഛകളെ പിൻപറ്റിയാൽ പിന്നെ അല്ലാഹുവിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ഏതെങ്കിലും കൂട്ടാളിയോ സഹായിയോ ഉണ്ടാവുകയില്ല. الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به ومن يكفر به فأولئك هم الخاسرون. നാം വേദഗ്രന്ഥം നൽകിയവർ ആരോ അവരത് യഥാവിധി പാരായണം ചെയ്യുന്നു, അവരതിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അതിനെ നിഷേധിക്കുന്നവരാരോ അവർ തന്നെയാണ് നഷ്ടം പറ്റിയവർ. യാ ബനീ ഇസ്രായീൽ അസ്കുറൂ നിഅമതി അല്ലതീ അൻഅംതു അലൈക്കും വഅന്നീ ഫദ്ദൽതുകും അലൽ ആലമീൻ. ഇസ്രയേൽ മക്കളെ, ഞാൻ നിങ്ങൾക്കേകിയ അനുഗ്രഹമോർക്കുക, നിങ്ങളെ സകല ജനത്തെക്കാളും ശ്രേഷ്ഠരാക്കിയതും. വത്തഖൂ യൗമൻ ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ശൈഅൻ വലാ യുഖ്ബലു മിൻഹാ അദ്ലുൻ വലാ തൻഫഉഹാ ശഫാഅത്തുൻ വലാ ഹും യുൻസറൂൻ. ഒരാൾക്കും മറ്റുള്ളവർക്കായി ഒന്നും ചെയ്യാനാവാത്ത, ആരുടെയും പ്രായശ്ചിത്തം സ്വീകരിക്കാത്ത, ആർക്കും ആരുടെയും ശിപാർശ ഉപകരിക്കാത്ത, ആർക്കും ഒരുവിധ സഹായവും ലഭിക്കാത്ത നാളിനെ സൂക്ഷിക്കുക. വഇദ് ഇബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹുൻ قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال عهد الظالمين. ഓർക്കുക, ഇബ്രാഹീമിനെ അദ്ദേഹത്തിന്റെ നാഥൻ ചില കൽപ്പനകളിലൂടെ പരീക്ഷിച്ചു. അദ്ദേഹം അതൊക്കെയും നടപ്പാക്കി. അപ്പോൾ അല്ലാഹു അരുളി, നിന്നെ ഞാൻ ജനങ്ങളുടെ നേതാവാക്കുകയാണ്. ഇബ്രാഹിം ആവശ്യപ്പെട്ടു, എന്റെ മക്കളെയും.
അല്ലാഹു അറിയിച്ചു, എന്റെ കരാർ അക്രമികൾക്ക് ബാധകമല്ല. وَإِذْ جَعَلْنَا الْبَيْتَ مَثَابَةً لِلنَّاسِ وَأَمْنًا وَاتَّخِذُوا مِن مَّقَامِ إِبْرَاهِيمَ مُصَلًّى وَعَهِدْنَا إِلَى إِبْرَاهِيمَ وَإِسْمَاعِيلَ أَن طهرا بيتي للطائفين والعاكفين والركع السجود. ഓർക്കുക, കഅബയെ നാം ജനങ്ങളുടെ മഹാസംഗമസ്ഥാനമാക്കി നിർഭയമായ സങ്കേതവും. ഇബ്രാഹിം നിന്ന് പ്രാർത്ഥിച്ച ഇടം നിങ്ങൾ നമസ്കാര സ്ഥലമാക്കുക. ത്വവാഫ് ചെയ്യുന്നവർക്കും ഇഅ്തികാഫിനിരിക്കുന്നവർക്കും തല കുനിച്ചും സുജൂദ് ചെയ്തും പ്രാർത്ഥിക്കുന്നവർക്കുമായി എന്റെ ഭവനം വൃത്തിയാക്കി വെക്കണമെന്ന് ഇബ്രാഹീമിനോടും ഇസ്മായീലിനോടും നാം കൽപ്പിച്ചു. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا بَلَدًا آمِنًا وَارْزُقْ أَهْلَهُ مِنَ الثَّمَرَاتِ مَنْ آمَنَ مِنْهُم بِاللَّهِ وَالْيَوْمِ الْآخِرِ قَالَ وَمَنْ كَفَرَ فَأُمَتِّعُهُ قَلِيلًا ثُمَّ أَضْطَرُّهُ إِلَى عَذَابِ النَّارِ وَبِئْسَ الْمَصِيرُ. ഇബ്രാഹിം പ്രാർത്ഥിച്ചത് ഓർക്കുക, എന്റെ നാഥ, ഇതിനെ നീ ഭീതിയേതുമില്ലാത്ത നാടാക്കേണമേ. ഇവിടെ പാർക്കുന്നവരിൽ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് ആഹാരമായി കായ്കനികൾ നൽകണമേ. അല്ലാഹു അറിയിച്ചു, അവിശ്വസിച്ചവനും നാം അതു നൽകും. ഇത്തിരിക്കാലത്തെ ജീവിതസുഖം ഞാൻ അവന് നൽകും. പിന്നീട് നാം അവനെ നരകശിക്ഷയ്ക്ക് വിധേയനാക്കും. അത് ചീത്ത താവളം തന്നെ. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. ഓർക്കുക, ഇബ്രാഹീമും ഇസ്മായിലും ആ മന്ദിരത്തിന്റെ അടിത്തറ കെട്ടിപ്പൊക്കുകയായിരുന്നു. അന്നേരം അവർ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. നിശ്ചയമായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമല്ലോ. ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ഞങ്ങളുടെ നാഥ, നീ ഞങ്ങളിരുവരെയും നിനക്ക് കീഴ്പ്പെടുന്നവരാക്കണമേ. ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നിനക്ക് കീഴ്പ്പെടുന്ന ഒരു സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരേണമേ. ഞങ്ങളുടെ ആരാധനാക്രമങ്ങൾ ഞങ്ങൾക്ക് നീ കാണിച്ചു തരേണമേ. ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണമേ. സംശയമില്ല, നീ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാമയനും തന്നെ. ربنا وبعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. ഞങ്ങളുടെ നാഥ, നീ അവർക്ക് അവരിൽ നിന്ന് തന്നെ ഒരു ദൂതനെ നിയോഗിക്കണമേ. അവർക്ക് നിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കുകയും വേദവും വിജ്ഞാനവും പഠിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ദൂതനെ. നിസ്സംശയം നീ പ്രതാപിയും യുക്തിജ്ഞനും തന്നെ. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. ആരെങ്കിലും ഇബ്രാഹീമിന്റെ മാർഗം വെറുക്കുമോ? സ്വയം വിഡ്ഢിയായവനല്ലാതെ ഈ ലോകത്ത്
നാം അദ്ദേഹത്തെ മികവുറ്റവനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. പരലോകത്ത് അദ്ദേഹം സൽക്കർമ്മികളിലായിരിക്കും. إذ قال له ربه أسلم قال أسلمت لرب العالمين. തന്റെ നാഥൻ അദ്ദേഹത്തോട് നീ കീഴ്പ്പെടുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സർവലോകനാഥന് ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു. ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. ഇബ്രാഹീമും യാക്കൂബും തങ്ങളുടെ മക്കളോട് ഇതുതന്നെ ഉപദേശിച്ചു. എന്റെ മക്കളെ, അല്ലാഹു നിങ്ങൾക്കായി തെരഞ്ഞെടുത്തു തന്ന വിശിഷ്ടമായ ജീവിത വ്യവസ്ഥയാണിത്. അതിനാൽ നിങ്ങൾ മുസ്ലിങ്ങളായല്ലാതെ മരണപ്പെടരുത്. أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون. എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുകയെന്ന് ആസന്ന മരണനായിരിക്കെ യാക്കൂബ് തന്റെ മക്കളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ ദൈവത്തെയാണ് ആരാധിക്കുക. അങ്ങയുടെ പിതാക്കളായ ഇബ്രാഹീമിന്റെയും ഇസ്മായിലിന്റെയും ഇസ്ഹാക്കിന്റെയും നാഥനായ ആ ഏകനായ അല്ലാഹുവേ, ഞങ്ങൾ അവന് കീഴ്പ്പെട്ട് കഴിയുന്നവരാകും. تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون. ഏതായാലും അത് കഴിഞ്ഞുപോയ ഒരു സമുദായം. അവർക്ക് അവർ ചെയ്തതിന്റെ ഫലമുണ്ട്, നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തതിന്റെയും. അവർ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി നിങ്ങളോട് ചോദിക്കുകയില്ല. وقالوا كونوا هودا أو نصارى تهتدوا قل بل ملة إبراهيم حنيفا وما كان من المشركين. അവർ പറഞ്ഞു, ജൂതരോ ക്രിസ്ത്യാനികളോ ആവുക, നിങ്ങൾ നേർവഴിയിലാകും. പറയുക, അല്ല, ശുദ്ധമാനസനായ ഇബ്രാഹീമിന്റെ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. അദ്ദേഹം ബഹുദൈവവാദിയായിരുന്നില്ല. آمنا بالله وما أنزل إلينا وما أنزل إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى وما أوتي النبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون. നിങ്ങൾ പ്രഖ്യാപിക്കുക, ഞങ്ങൾ അല്ലാഹുവിലും അവനിൽ നിന്ന് ഞങ്ങൾക്ക് ഇറക്കിക്കിട്ടിയതിലും ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാക്ക്, യാക്കൂബ്, അവരുടെ സന്താന പരമ്പരകൾ എന്നിവർക്ക് ഇറക്കിക്കൊടുത്തതിലും മൂസാക്കും ഈസാക്കും നൽകിയതിലും മറ്റു പ്രവാചകന്മാർക്ക് തങ്ങളുടെ നാഥനിൽ നിന്ന് അവതരിച്ചവയിലും വിശ്വസിച്ചിരിക്കുന്നു. അവരിലാർക്കുമിടയിൽ ഞങ്ങൾ ഒരുവിധ വിവേചനവും കൽപ്പിക്കുന്നില്ല. ഞങ്ങൾ അല്ലാഹുവിന് കീഴ്പ്പെട്ട് കഴിയുന്നവരത്രേ. فإن آمنوا بمثل ما آمنتم به فقد اهتدوا وإن تولوا فإنما هم في شقاق فسيكفيكهم الله
وهو السميع العليم. നിങ്ങൾ വിശ്വസിച്ച പോലെ അവരും വിശ്വസിക്കുകയാണെങ്കിൽ അവരും നേർവഴിയിലാകുമായിരുന്നു. അവർ പിന്തിരിയുകയാണെങ്കിൽ അതിന് കാരണം അവരുടെ എതിർപ്പ് മാത്രമാണ്. അവരിൽ നിന്ന് നിന്നെ കാക്കാൻ അല്ലാഹു മതി. അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമല്ലോ. ومن أحسن من الله صبغة ونحن له عابدون. അല്ലാഹുവിന്റെ വർണ്ണം സ്വീകരിക്കുക. അല്ലാഹുവിന്റെ വർണ്ണത്തെക്കാൾ വിശിഷ്ടമായ വർണ്ണമുള്ള ആരുണ്ട്? അവനെയാണ് ഞങ്ങൾ വഴിപ്പെടുന്നത്. قل أتحاجوننا في الله وهو ربنا وربكم ولنا أعمالنا ولكم أعمالكم ونحن له مخلصون. ചോദിക്കുക, അല്ലാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുകയാണ്. അവൻ ഞങ്ങളുടെയും നിങ്ങളുടെയും നാഥനല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മഫലം, നിങ്ങൾക്ക് നിങ്ങളുടേതും. ഞങ്ങൾ അവനോട് മാത്രം ആത്മാർത്ഥത പുലർത്തുന്നവരാണ്. أم تقولون إن إبراهيم وإسماعيل وإسحاق ويعقوب والأسباط كانوا هودا أو نصارى قل أأنتم أعلم أم الله ومن أظلم ممن كتم شهادة عنده من الله وما الله بغافل عما تعملون. ഇബ്രാഹീമും ഇസ്മായിലും ഇസ്ഹാക്കും യാക്കൂബും അദ്ദേഹത്തിന്റെ സന്താനങ്ങളും ജൂതരോ ക്രിസ്ത്യാനികളോ ആയിരുന്നുവെന്നാണോ നിങ്ങൾ വാദിക്കുന്നത്? ചോദിക്കുക, നിങ്ങളാണോ ഏറ്റവും നന്നായി അറിയുന്നവർ, അതോ അല്ലാഹുവോ? തന്റെ വശമുള്ള സാക്ഷ്യം അല്ലാഹുവിൽ നിന്ന് മറച്ചുവെക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി ഒട്ടും അശ്രദ്ധനല്ല അല്ലാഹു. تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون. അത് കഴിഞ്ഞുപോയ ജനസമുദായം, അവരുടെ കർമ്മഫലം അവർക്ക്, നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾക്കും. അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെപ്പറ്റി നിങ്ങളോടാരും ചോദിക്കുകയില്ല.